ശല്യങ്ങൾക്ക് സ്തുതി. ഏവർക്കും വണക്കം, നമസ്കാരം, സ്വാഗതം. ഈ യൂട്യൂബ് ചാനലിൽ കൂടെ നിങ്ങളുമായി ഞാൻ പങ്കിടുന്ന സന്ദേശങ്ങൾ, അതിൻ്റെ റെക്കോർഡിങ്ങിൽ കാര്യമായ ന്യൂനതകളുണ്ട് എന്ന് എനിക്ക് അറിവുള്ളതാണ്. എന്നാൽ ആ ന്യൂനതകൾ എന്തുകൊണ്ടോ എന്നെ അല്പം പോലും അലട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളോട് പങ്കിടുവാനുള്ള കടമ എനിക്കുണ്ട്. ഞാനിത് പറയുന്ന ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഞാൻ ആരെയും വിമർശിക്കുവാൻ പറയുന്നതല്ല. പിന്നെയോ നാം പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് പരസ്പരം ആശയവിനിമയം നടത്തുവാൻ, ഭയരഹിതമായ ആശയവിനിമയം നടത്തുവാൻ നമുക്ക് അവകാശമുണ്ട് എന്ന വിശ്വാസത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ വലിയ വിമ്മിഷ്ടമില്ലാതെ പരിഗണിക്കുകയും അതിൻ്റെ അർത്ഥം ഞാൻ അനുഭവിക്കുന്നത് പോലെ തന്നെ നിങ്ങളും അനുഭവിക്കുമെന്ന പ്രത്യാശയിലാണ് ഞാൻ ഈ ചിന്തകൾ അല്ലെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ പ്രതീക്ഷകളെ ഞാൻ മാനിക്കുന്നു, ആത്മാർത്ഥമായി മാനിക്കുന്നു. കാരണം എന്തു ചെയ്താലും ഏറ്റവും മനോഹരമായും അതിൻ്റെ നന്മയുടെ പൂർണ്ണതയിലും ചെയ്യണമെന്നത് ആത്മീയമായ ഒരു താല്പര്യമാണ്. യേശു പറഞ്ഞില്ലേ, നിങ്ങൾ സൽഗുണപൂർണരായിരിപ്പീൻ, ബി പെർഫെക്റ്റ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ പെർഫെക്ഷനെ പറ്റിയുള്ള ഒരു വലിയ വിലമതിപ്പും ആഗ്രഹവും ദാഹവും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ അപ്രകാരം ഉള്ള കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ ഒരു മടിയും കൂടാതെ, സങ്കോചം കൂടാതെ അറിയിക്കുന്നത്. അത് എന്നോടുള്ള സ്നേഹം കൊണ്ടും ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ നാം ഒരുമിച്ച് നിർവഹിക്കുന്ന ഈ ദൗത്യത്തിൻ്റെ പ്രസക്തിയിലുള്ള നിങ്ങളുടെ വിശ്വാസം കൊണ്ടും നിങ്ങൾ എന്നെ അറിയിക്കുന്നതാണ്. ഞാനത് നന്നേ വിലമതിക്കുന്നു. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും ഞാൻ വായിക്കുകയും ശ്രദ്ധിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ എനിക്ക് എൻ്റെ പക്ഷം നിങ്ങളെ അറിയിക്കേണ്ട ഒരു കടമയുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ദൗത്യ പശ്ചാത്തലത്തിൽ ബന്ധം പുലർത്തുമ്പോൾ, വെൻ വി ആർ ഇൻ എ മിഷണൽ റിലേഷൻഷിപ്പ്, പരസ്പരം അറിഞ്ഞിരിക്കുക വളരെയധികം നന്മ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ്. അത് നാം പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രാപ്യമാകുന്ന, ലഭിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രകടനം കൂടെയാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, ഞാനിതിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഞാനൊരു യൂട്യൂബറല്ല. ഒരു ചാനൽ നടത്താനുള്ള ഒരു കഴിവും, സാമ്പത്തികവും സാങ്കേതികവും ആയ ഒരു കഴിവും എനിക്കില്ല. വാസ്തവത്തിൽ ഞാൻ ഇപ്രകാരമൊരു ദൗത്യം ചെയ്യുന്നത് എൻ്റെ കണ്ണിൽ തന്നെ അത്ഭുതമാണ്. കാരണം ഇത് ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിവരവും ടെക്നിക്കൽ എക്സ്പെർട്ടിസും എക്യുപ്മെൻറ്റും സാമ്പത്തികമായ പിന്തുണയും എനിക്കില്ല. എന്നാൽ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എനിക്കൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അത് നിങ്ങളുമായി പങ്കെടുക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ക്രിസ്തീയ ദൗത്യത്തെ ഒരു പ്രത്യേകമായ വിധത്തിലാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ എന്നെ ഏറ്റവും സഹായിച്ചതാണ് യേശുവിൻ്റെ ഒരു ഉപമ, അതായത് കടുകുമണിയുടെ ഉപമ. സ്വർഗരാജ്യം ഒരു കടുകുമണിക്ക് സദൃശ്യം. അത് വീണ് മുളച്ച് വൃക്ഷമായി, അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അതിവരെയും പോകുന്നു, ആകാശത്തിലെ പറവകൾ വന്ന് കൂടുവെക്കുന്നു. അപ്പോൾ വളരെ തുച്ഛമായ ഒരു ആരംഭത്തിൽ നിന്ന് അത്ഭുതകരമായ വളർച്ചയിലേക്ക് അത് ഉയർത്തപ്പെടുകയും അതിൻ്റെ ഗുണഫലങ്ങൾ ആ കടുകുമണിക്ക് ഒരു കാലത്തും വിഭാവന ചെയ്യാൻ വയ്യാത്ത വിധത്തിൽ ആകാശത്തിലെ പറവകൾ അതിൽ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു. ദൗത്യം ഇങ്ങനെ ആയിരിക്കണം എന്ന ഒരു നിർബന്ധം എനിക്കുണ്ട്. നാം ആത്മീയമായ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ ബഡ്ജറ്റോ
സാഹചര്യങ്ങളുടെ ആനുകൂല്യമോ സംഘടനകളുടെ പിൻബലമോ ലൗകികമായ സമ്പത്തോ ബഡ്ജറ്റോ ഒന്നും പരിഗണിക്കപ്പെടുക പോലും ചെയ്യരുത് എന്നതാണ് എൻ്റെ ആത്യന്തികമായ വിശ്വാസം. ഈ ലോകത്തിലുള്ള ഒന്നിനെയും ആശ്രയിക്കാതെ നമുക്ക് ദൈവഹിതം നിർവഹിപ്പാൻ സാധിക്കുമെന്നതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ടുള്ള, എനിക്ക് വിമോചനം നൽകുന്ന ഏറ്റവും വലിയ സത്യം. The principle or the insight that liberated me is the realization that we can do God's work without any material resources and worldly support. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലോകം വെച്ച് പുലർത്തുന്ന സങ്കല്പങ്ങൾ, അനുമാനങ്ങൾ, പ്രതീക്ഷകൾ ദൈവികമായ ഈ ദൗത്യ നിർവഹണത്തിൽ അപ്രസക്തമായിത്തീരും. വേൾഡ്ലി നോംസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ് ബിക്കം ഇറലവൻറ്റ് ടു ഡൂയിങ് മിഷൻ ഇൻ പാർട്ട്ണർഷിപ്പ് വിത്ത് ഗോഡ്. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഞാനിത് വളരെ വ്യക്തമായി പറയാൻ കാര്യം, പലരും ഒന്നും ചെയ്യാതെ വിറങ്ങലിച്ചിരിക്കുന്നത്, അവർ നോക്കുമ്പോൾ ഇത് ചെയ്യാൻ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള കഴിവെനിക്കില്ല, അതിനുള്ള സാഹചര്യം എനിക്കില്ല, സമ്പത്തില്ല, അറിവില്ല, സ്കില്ലില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. ഇതൊന്നും നമ്മെ പുറകോട്ട് പിടിച്ച് വലിക്കേണ്ട കാര്യമില്ല എന്നത് എൻ്റെ ജീവിത സാക്ഷ്യമായ ഇവരെ അറിയിക്കാനാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ കൈകാര്യം ചെയ്തത്. ഇപ്പോൾ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നു എന്ന് വിചാരിക്കും, സാധാരണ ചെയ്യുന്ന പോലെ. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻ്റ് ഉണ്ടോ? കുറഞ്ഞ പക്ഷം നല്ലൊരു ക്യാമറ എങ്കിലും വേണ്ടേ? എനിക്ക് ടെക്നിക്കലായിട്ടൊന്നും അറിയാൻ മേലാത്തതുകൊണ്ട് ഒരു പാർട്ട് ടൈം ടെക്നീഷ്യൻ, ഈ മൾട്ടിമീഡിയ സ്പെഷ്യലൈസേഷനുള്ള ഒരാളിൻ്റെ പാർട്ട് ടൈം സഹായമെങ്കിലും വേണ്ടേ? അതുപോലെ തന്നെ ഒരു സൗണ്ട് പ്രൂഫ് സ്റ്റുഡിയോ വേണ്ടേ? അപ്പോൾ ഇത് ഒക്കെ ഞാൻ അന്വേഷിച്ച് പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു 10 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ എന്ത് ചെയ്യണം? ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടണം. എന്നെക്കൊണ്ട് ഒരിക്കലും ഒക്കാത്ത കാര്യമാണ് കൈ നീട്ടുക എന്നുള്ളത്. സഹായത്തിന് കൈ നീട്ടുക എന്നുള്ളത് എന്നെക്കൊണ്ട് ഇന്ന് വരെ സാധിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ഞാനത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഒന്നുമില്ലായ്മയിൽ നിന്ന്, യാതൊരു കഴിവും യാതൊരു സാഹചര്യവും ഇല്ലാത്ത അവസ്ഥയിൽ അതിമനോഹരമായ അർത്ഥവത്തായ ദൈവ ദൗത്യം ആരംഭിക്കുവാനും അത് നിലനിർത്തുവാനും സാധിക്കുമെന്നതാണ് എനിക്ക് ഏറ്റവും സന്തോഷവും ആശ്വാസവും പ്രദാനം ചെയ്തിട്ടുള്ള ഒരു ബോധം, ഒരു റിയലൈസേഷൻ. അതുകൊണ്ട് ഇനി ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം. ഈ ഒരു സംരംഭത്തെ വളരെ സ്നേഹിക്കുകയും ഇത് അർത്ഥവത്താണ്, ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞ 3 സഹോദരന്മാർ എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ സാമ്പത്തികമായി ഇതിനെ സഹായിക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു. ഞാനവരോട് പറഞ്ഞത്, 1 രൂപയുടെ പോലും ആവശ്യമില്ല. നാം എല്ലാവരും ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നത് എങ്ങനെയായിരിക്കണം എന്ന് ലോകം വച്ചു പുലർത്തുന്ന സങ്കല്പങ്ങൾ, അതിങ്ങനെ ഈ ക്വാളിറ്റി വേണം, അതിപ്രകാരമുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വേണം, അത് എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയായിരിക്കണം, അതിൻ്റെ തമ്പനെയിൽ ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ഇങ്ങനെ ആയിരിക്കണം, അതിൻ്റെ മെഗാ പിക്സൽസ് ഇങ്ങനെ എത്ര ഉണ്ടായിരിക്കണം, പിന്നെ ബാഹ്യമായ ശബ്ദങ്ങളൊന്നും അതിൽ പെട്ടുപോകരുത്. പെർഫെക്ഷൻ. ഞാൻ ആ പെർഫെക്ഷനെ മാനിക്കുന്നു. അതേസമയം തന്നെ മറ്റൊരു പെർഫെക്ഷനുണ്ട്. എന്താണ്? ലൗകികമായ ഒരു ഘടകത്തെയും ആശ്രയിക്കാതെ ദൈവം എനിക്ക് തന്നിട്ടുള്ള കൃപയും കഴിവും മാത്രം ആശ്രയിച്ച് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നന്മ നിങ്ങളുമായി പങ്കിടാൻ കഴിയുക.
അങ്ങനെ ചെയ്യുമ്പോൾ അത് ആത്മീയമായി തന്നെ എനിക്ക് നിർവഹിക്കണമെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഈ പണം 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 എന്ന് പറയുന്ന ഈ ഒരു ശാപം, ഈ ഒരു വിഷം ഇതിൽ കലർന്നു പോകാതെ ഇതിനെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്. എന്നാൽ സാമ്പത്തികമായ വലിയ കൊഴുപ്പില്ലാത്ത ആളാണ് ഞാൻ, നിങ്ങൾക്കറിയാം. ഭാരതത്തിൽ സത്യസന്ധമായി ആജീവനാന്തം കൈ കറപുരളാതെ കാത്തു സൂക്ഷിച്ച് സേവനമനുഷ്ഠിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും പണക്കൊഴുപ്പ് ഉണ്ടാകുകയില്ല എന്നാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി ഇപ്രകാരം ഒരു ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് കാര്യമായ പരിമിതികളുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ വലിയ സ്വരത്തിൽ പട്ടി കുരച്ചു. നിങ്ങൾക്കത് കേൾക്കാൻ സാധിക്കും. പക്ഷെ അതെന്നെ അല്പം പോലും ബാധിക്കത്തില്ല. കാരണം ആ പട്ടിയുടെ കുര അരോചകമാണെങ്കിൽ തന്നെയും അതിൽ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആശയം പട്ടിയുടെ കുരയേക്കാൾ നല്ലതാണ്. അത് തിരിച്ചറിയുവാനും ആസ്വദിപ്പാനും കഴിവുള്ളവരോടാണ് ഞാൻ ഈ വീഡിയോ പങ്കിടുന്നത്. ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കും. എൻ്റെ വീട്ടിൽ അതിഥികളായി വന്ന് അന്തി ഉറങ്ങിയിട്ടുള്ള എല്ലാവരും ഈ പട്ടിയെപ്പറ്റി പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ പട്ടി കുരച്ചു രാത്രി മുഴുവനും കുരയ്ക്കുകയാണ്. ഞാൻ എൻ്റെ മിക്കവാറും വീഡിയോകൾ റെക്കോർഡ് ചെയ്യുന്നത് അതിരാവിലെ 3 മണിക്ക്, 3:30 മണിക്ക്, 4 മണിക്കൊക്കെയാണ്. കാരണം അപ്പോൾ പരിസരത്തുള്ള ഈ ശബ്ദം ഇല്ലാതെയാകും, നിശ്ചലമായിരിക്കും. റെക്കോർഡിങ്ങിന് ഏറ്റവും നല്ല സമയം അതാണ്. എന്നാൽ അതേസമയം തന്നെ ഈ ഡേ ലൈറ്റിൽ റെക്കോർഡ് ചെയ്താൽ ഇമേജ് കുറച്ചുകൂടെ ക്ലിയറാണ്. ഇപ്പോൾ ഇത് ഡേ ലൈറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തന്നെയുമല്ല, ഞാൻ അതിരാവിലെ എഴുന്നേറ്റെന്ന് വായിക്കുമ്പോഴൊക്കെയും പട്ടി കുരയ്ക്കുന്നുണ്ട്. പക്ഷേ അത് ഞാൻ അറിയുന്നത് പോലുമില്ല. ഒരിക്കലും ഇവിടെ പട്ടിയുടെ ശല്യമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞേ കൂടായിരുന്നു. നിങ്ങൾ വിചാരിക്കും ഞാനത് അതിശയോക്തി പറയുകയാണെന്ന്. ഒരിക്കലുമല്ല. അയൽപ്പക്കത്ത് ഇങ്ങനൊരു പട്ടിയുണ്ട്, അത് കുരയ്ക്കുന്ന പട്ടിയാണ്, രാത്രി മുഴുവൻ കുരയ്ക്കുന്ന പട്ടിയാണെന്ന് ഞാൻ അറിയുന്നത് ചിലപ്പോൾ എൻ്റെ ഭാര്യ പരാതിപ്പെടാറുണ്ട്. അധികം പരാതിപ്പെടാത്തൊരു വ്യക്തിയാണ് ആ സ്ത്രീ. എന്നാൽ ആരെങ്കിലും അതിഥികൾ ഇവിടെ വന്ന് താമസിച്ചിട്ടുണ്ടെങ്കിൽ, അധികമാരും വന്ന് താമസിച്ചിട്ടില്ല, ആരെങ്കിലും താമസിച്ചിട്ടുണ്ടെങ്കിൽ അവർ പിറ്റേന്ന് രാവിലെ തീർച്ചയായും ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഈസ് ടു കംപ്ലെയിൻ അബൌട്ട് ദ ഡോഗ്. പക്ഷേ എനിക്കത് ഒരിക്കലും ഒരു പ്രശ്നമായി തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഞാൻ ഇരിക്കുന്ന ഈ മുറി ഒരു ചെറിയ മുറിയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് കാണണം. ഇതിന് ചുറ്റും പച്ച ഇലകളാണ്. അതൊരു ദൈവകൃപയാണ്. ഞാൻ പ്രകൃതിയെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തിയാണ്. പക്ഷികൾ ചിലയ്ക്കുമ്പോൾ അതെൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്നു. ഒരില കാണുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. ഈ പ്രകൃതിയിൽ അടങ്ങിയിരിക്കുന്ന മർമ്മങ്ങൾ എൻ്റെ ആത്മാവിനെ എപ്പോഴും സ്പർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയൊരവസ്ഥയിൽ ജീവിച്ചിരിക്കുവാൻ സാധിക്കുന്നതൊരു വലിയ അനുഗ്രഹമാണ്, കൃപയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മണ്ണിനോട് ബന്ധപ്പെടാൻ, ഈ വായുവുമായി ഒന്ന് ചേർന്ന് നിൽക്കാൻ, ഈ അന്തരീക്ഷത്തിലുള്ള ശബ്ദങ്ങൾ കേട്ട് സന്തോഷിക്കുവാൻ, ഇവിടെയുള്ള ജീവജാലങ്ങൾ അവയുടെ ചലനങ്ങൾ എൻ്റെയും ചലനങ്ങളാണ് എന്ന് അറിയുവാൻ, ആ പട്ടി കുരയ്ക്കുമ്പോൾ അത് എൻ്റെ ഒരു പ്രശ്നമായിട്ടല്ല, അതൊരു ജീവൻ്റെ ചലനമായിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ആ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായതുകൊണ്ട് എനിക്കിതൊന്നും ഒരു കോലാഹലമായി തോന്നാറില്ല. ഇതെല്ലാം ഒരു സംഗീതമായിട്ടാണ്, ജീവൻ്റെ സംഗീതമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് കർത്തൃനാമത്തിൽ വിനീതമായി നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. അതായത് ഈ ഓരോ വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നതിലും നിങ്ങളുമായി പങ്കിടുന്നതിലുമുള്ള നിങ്ങൾക്കേവർക്കും എപ്പോഴും ബോധ്യമുള്ള പരിമിതികൾ, ന്യൂനതകൾ, ഡിഫെക്ട്സ്, ഇനാഡിക്വസീസ് ആൻഡ് ടെക്നിക്കൽ പ്രോബ്ലംസ്
പിന്നെ ഈ പരിസരത്ത് ശബ്ദങ്ങൾ അങ്ങനെയുള്ളത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഒരു ചീവീട് ചിലയ്ക്കുന്നുണ്ട്. യു ക്യാൻ ഹിയർ ദ ക്രിക്കറ്റ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരു പ്രശ്നമായി കാണരുതേ. അത് നാം വസിക്കുന്ന, നാം എവിടെ വസിച്ചാലും നമുക്ക് ചുറ്റും ഒരു ലോകമുണ്ട്. ആ ലോകത്തിൽ ഉള്ള ഓരോ ഇലയ്ക്കും, ഓരോ പക്ഷിക്കും, ഓരോ മൃഗത്തിനും, ഓരോ കൃമിക്കും അതിൻ്റേതായ അവകാശങ്ങളുണ്ട്. നമുക്ക് ഈ ലോകം പങ്കിടുവാൻ ദൈവം നൽകിയ അവകാശം പോലെ അവിടെയുള്ള മണ്ണിൽ വസിക്കുന്ന ഞാഞ്ഞൂലിനും അതിൻ്റേതായ അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. അയലത്തുള്ള വീട്ടിലെ പട്ടിക്കും അവകാശം ദൈവം കൊടുത്തിട്ടുണ്ട്. കുരയ്ക്കാനുള്ള കഴിവ് ദൈവമാണ് കൊടുത്തത്, ഞാനല്ല. അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് ജീവൻ്റെ ഒരു അനക്കമാണ് എന്ന ഒരു അറിവ് മാത്രമേ എനിക്കുണ്ടാകുന്നുള്ളൂ. അതൊരിക്കലും ഒരു ഇറിറ്റേഷനായിട്ട് ഞാൻ അനുഭവിച്ചിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം കോൺസെൻട്രേഷൻ, ദ എബിലിറ്റി ടു കോൺസെൻട്രേറ്റ്. മനുഷ്യജീവിതത്തിൽ നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് ഇൻറ്റൻസ് അബ്സോർപ്ഷൻ with anything that we do, resulting in unwavering concentration. അത് വരുമ്പോൾ ബാഹ്യമായ ഈ പ്രശ്നങ്ങൾ താനേ മാറിപ്പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയുടെ ഭദ്രത, കോൺസെൻട്രേഷൻ കൂടുന്തോറും ബാഹ്യമായ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയെ അലട്ടുന്നത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നാം ഏവരും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം, ഇതെൻ്റെ വിനീതമായ അപേക്ഷയാണ്, നമുക്ക് ബാഹ്യമായ ഘടകങ്ങളെ നിയന്ത്രിക്കുവാൻ സാധ്യമല്ല. നമുക്ക് ചെയ്യാവുന്ന കാര്യം നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥയെ നമുക്ക് നിയന്ത്രിക്കുവാൻ. അതിനാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഉള്ളിലുള്ള ഘടകങ്ങളെ നിയന്ത്രിക്കുക, അതിനെ ഏകാഗ്രമാക്കുക. ഇപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് എൻ്റെ മനസ്സിലെ ആശയങ്ങൾ നിങ്ങളുമായി പങ്കിടുമ്പോൾ ലോകത്തിൽ മറ്റൊന്നും എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയില്ല. അവിടെ ബോംബ് പൊട്ടിയാലും ഞാൻ അറിയുകയില്ല. ഞാൻ അതിശയോക്തി പറയുന്നതല്ല. കാരണം അത്രമാത്രം എൻ്റെ മനസ്സ് നിങ്ങൾക്ക് വേണ്ടി ഏകാഗ്രമാകുന്നത് കൊണ്ടാണ് ഞാൻ ഈ ആശയങ്ങൾ പങ്കിടുവാനിടയാകുന്നത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഈ വീഡിയോകൾക്ക് ഉള്ള ന്യൂനതകൾ അനേകമാണ്, ഞാൻ സമ്മതിക്കുന്നു. നിങ്ങൾ അവയെപ്പറ്റി പരാമർശിക്കുന്നത് ഈ ദൗത്യം കുറേ കൂടെ മനോഹരമായി എല്ലാവർക്കും തൃപ്തിയാകത്തക്ക വിധത്തിൽ ഇത് മെച്ചപ്പെടണം എന്ന നല്ല ഉദ്ദേശത്തോടു കൂടെയാണ് എന്നെനിക്ക് ഉത്തമ ബോധമുണ്ട്. അതിനെ ഞാൻ നമിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ നാം മനസ്സിലാക്കേണ്ടത്, മാമോനെ ആശ്രയിക്കാതെ ദൈവദത്തമായ റിസോഴ്സസ്, അതെന്താണ്? നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ കഴിവുകളാണ്. ചിന്തിക്കാനുള്ള കഴിവ്, ആശയവിനിമയത്തിനുള്ള കഴിവ്, എല്ലാറ്റിനും ഉപരിയായി മറ്റുള്ളവർക്ക് നന്മ വരണം എന്ന ആവേശത്തോടുകൂടെ എന്തെങ്കിലും ചെയ്യാനുള്ള ആ ഒരു ആത്മീയമായ ദാഹം, ഇവയൊക്കെയും ദൈവം നൽകുന്നതാണ്. അത് മതി. എൻ്റെ കൃപ നിനക്ക് മതി. ടെക്നോളജി ഇല്ലെങ്കിലും നിനക്ക് നന്മ ചെയ്യാൻ കഴിയും. ബഡ്ജറ്റ് ഇല്ലെങ്കിലും നിനക്ക് ഒരു ദൗത്യം നിർവഹിക്കാൻ കഴിയും. സാഹചര്യങ്ങൾ അത്ര നല്ലതല്ല എങ്കിലും അതിൽ നിത്യതയുടെ വെളിച്ചം അതിൽ കൂടെയും പ്രകടിപ്പിക്കാൻ കഴിയും. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗം ഞാൻ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. അതിൽ എനിക്ക് 42-ാം അധ്യായമാണെന്നാണ് തോന്നുന്നത്. ചതഞ്ഞ ഓടയെ നീ നിരസിക്കുകയില്ല, പുകയുന്ന തിരി നീ കെടുത്തിക്കളകയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഓടയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഓടക്കുഴൽ. അപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന റീഡ് കട്ടിയായ പുല്ല് നമ്മുടെ മുള പോലെ തന്നെ അത്രയും നല്ലതല്ല എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഓടക്കുഴൽ പോലെയുള്ള സംഗീത ഉപകരണം ഉണ്ടായത്. അപ്പോൾ ഈ ചതഞ്ഞ ഓട കൊണ്ട് അതുണ്ടാക്കാനൊക്കത്തില്ല. ചതഞ്ഞ ഓടയിൽ നിന്ന് ഒരിക്കലും സംഗീതം വരികയില്ല.
അപ്പം നിങ്ങളൊരു സംഗീത ഉപകരണം ഉണ്ടാക്കാനായിട്ട് ഇത് കയ്യിലെടുക്കുന്നു, അത് പരിശോധിക്കുമ്പോൾ അത് ചതഞ്ഞിരിക്കുന്നു, ഉടനെ അത് എറിഞ്ഞ് കളയും. ചതഞ്ഞ ഓടയെയും പുകയുന്ന തിരിയെയും, പുകയുന്ന തിരിയിൽ കൂടെ വെളിച്ചം വരികയില്ല. നിങ്ങൾ രാത്രി നിങ്ങൾ നടന്നു പോവുകയാണ്, കയ്യിൽ പുകയുന്നൊരു തിരിയുണ്ട്, വല്ല പ്രയോജനമുണ്ട്? അതില്ലാത്തതാണ് നല്ലത്. അപ്പോൾ എന്നാൽ അതിൽ നിന്ന് പോലും വെളിച്ചം പുറപ്പെടുവിക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ പരിമിതികൾ എത്ര വലുതാണ് എന്ന് നിങ്ങളറിയുന്നതിനേക്കാൾ ഞാൻ അറിയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്, എൻ്റെ പരിമിതികൾ വളരെ അധികമാണ്. പക്ഷേ എനിക്കതിനെപ്പറ്റി പരിമിതിയില്ല, എന്താണ് പറയുക, പരാതിയില്ല. എനിക്ക് ഒരു കംപ്ലൈൻറ്റുമില്ല. ഉള്ളതുകൊണ്ട് അർത്ഥവത്തായ എന്തെങ്കിലും ചെയ്യാൻ ഒരു ദിവസം എനിക്ക് സാധിച്ചാൽ ആ ദിവസം എനിക്ക് ശബത്താണ്. എല്ലാ ദിവസങ്ങളും എനിക്ക് ശബത്താണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൽ മാത്രമാണ് ഈ ദൗത്യം ഞാൻ നിർവഹിക്കുന്നത്. ഇത് ഞാൻ പലതവണ ആലോചിച്ചു, ചെയ്യണമോ പറയണമോ വേണ്ടോ. പക്ഷേ അവസാനം എൻ്റെ മനസ്സിൽ വ്യക്തമായി വന്ന ചിന്ത, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ അച്ചടക്കത്തോടു കൂടെയാണ് ഞാൻ ഈ ആത്മീയ ദൗത്യം നിർവഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ, ഇതുവരെ നിങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ന്യൂനതകൾ, അതിനെ പൊറുക്കുവാനും സഹിക്കുവാനും അതിജീവിക്കുവാനും ഉള്ള വിശാലത നിങ്ങൾ കാണിക്കും. അതുകൊണ്ട് നിങ്ങൾക്കും അനുഗ്രഹമുണ്ടാകും എന്ന ഒരു ചിന്ത മനസ്സിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു കാര്യം ഞാൻ മുമ്പ് ഇതിനോട് 5 മിനിറ്റ് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ആവർത്തിക്കട്ടെ. ആത്മീയമായ കാഴ്ചപ്പാടിൽ നമ്മുടെ പരിമിതികൾ, സാമ്പത്തികമായ പരിമിതി, സാഹചര്യങ്ങളുടെ പരിമിതികൾ, ടെക്നോളജിയുടെ പരിമിതികൾ, ഇതൊന്നും നമ്മെ പിറകോട്ട് പിടിച്ച് വലിക്കേണ്ട കാര്യമില്ല. ഇതിലൊന്നുമല്ല നമ്മുടെ ആശ്രയം. നമ്മുടെ ആശ്രയം ദൈവത്തിൻ്റെ കൃപയിലും വിശ്വസ്തതയിലുമാണ്. അതുകൊണ്ട് ചതഞ്ഞ ഓടയായ എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംഗീതം നിങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നത് എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ സാമ്പത്തികമായ കൊഴുപ്പ് കൊണ്ടോ, സാങ്കേതികമായ ഉപലബ്ധികൾ കൊണ്ടോ അല്ല, ഒരിക്കലുമല്ല. ആ തരത്തിൽ നിങ്ങൾ ദയവായി ചിന്തിക്കരുത്. ഈ ദൗത്യത്തിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും സൗന്ദര്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും വെളിച്ചമുണ്ടെങ്കിൽ അത് കൃപ മാത്രമാണ്. നമുക്ക് ആ കൃപയിൽ ആശ്രയിക്കാം. ആ കൃപയിൽ നിന്ന് നമുക്ക് പ്രാപിക്കാവുന്ന അനുഗ്രഹങ്ങൾ അപാരമാണ്. അത് ലോകത്തിലെ ഒരു ടെക്നോളജിയിലും നമുക്ക് പ്രാപിപ്പാൻ സാധ്യമല്ല. എത്രയൊക്കെ പണം വാരി എറിഞ്ഞാലും അതിൻ്റെ അടുത്ത് വരാൻ സാധ്യമല്ല. നമുക്കതൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ തലയിൽ ഒരു ഭാരവും വയ്ക്കാതെ നമ്മുടെ ഉള്ളിൽ ദൈവം കത്തിച്ചു വച്ചൊരു വിളക്കില്ലേ, അതിൻ്റെ വെളിച്ചം വല്ലവിധേനയും ലോകത്തിന് അനുഗ്രഹമായ തീരത്തക്കവണ്ണം പ്രകടിപ്പിക്കുവാൻ കഴിയണമേ എന്നൊരൊറ്റ പ്രാർത്ഥനയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഇതിൽ സഹകരിക്കുന്ന ഏവരെയും എൻ്റെ സ്നേഹം അറിയിക്കുന്നതോടൊപ്പം അവരെ അനുഗ്രഹിക്കണമേ പിതാവേ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ അഭിവാദ്യങ്ങൾ.